ആദ്യത്തെ ഗവർണർ ജനറൽ അല്ലേ, ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ എന്ന വിശേഷണം ആർക്കാ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്ക് കിട്ടും. കുറച്ചാളായി വന്നിട്ട് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. ലാപ്ടോപ്പ് ഒക്കെ കംപ്ലൈന്റ് ആയിരുന്നു, അതൊക്കെ ശരിയായി വന്നപ്പോഴത്തേക്കും പിന്നെ ന്യൂ ഇയർ, ക്രിസ്മസ്, അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇനി നിങ്ങളുടെ പരീക്ഷ വന്നിരിക്കുക അല്ലേ. പരീക്ഷയുടെ ഡേറ്റും വന്നു, മെയ് മാസത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ഹോട്ട് ടോപ്പിക്സ് നല്ല രീതിയിൽ അധ്യാപകർ തരുന്നത് ക്ലാസ്സുകൾ പഠിക്കുക. എൻ്റെത് ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ട് അങ്ങ് കൂടെ കൊണ്ടുപോവുക. ഇടയ്ക്ക് എപ്പോഴാണോ ഫ്രീ കിട്ടുന്ന സമയം അപ്പോഴൊന്ന് റിവിഷൻ പോലെ കേൾക്കുക. ഓക്കെ, ഇന്ന് ഞാൻ നല്ലൊരു ഹോട്ട് ടോപ്പിക്സ്, ഇന്ന് ഒരേ ഒരു ഹോട്ട് ടോപ്പിക്സേ വന്നിട്ടുള്ളൂ. ആ ഹോട്ട് ടോപ്പിക്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് അധികം സാർമാരൊന്നും എടുക്കാത്തത് കൊണ്ടാണ്. പല പരീക്ഷയ്ക്കും കണ്ടിട്ടുണ്ട്. ഈ ഒരു മാർക്കിനെ ചോദിക്കൂ, പക്ഷെ അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ വൈസ്രോയിമാർ ഗവർണർ ജനറൽ എന്നൊരു പരിഷ്കാരങ്ങളുണ്ട്. അധികം ആരും ശ്രദ്ധിക്കാതെ, പക്ഷേ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പല ചോദ്യപേപ്പർ എടുത്ത് നോക്കിയപ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ഒരു മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ വർഷങ്ങൾ ചേരുംപടി ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമര സമയത്ത് ഏത് വൈസ്രോയി ആണെന്ന് നോക്കുക. ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ കണ്ട്, അതുകൊണ്ട് ഞാൻ മാക്സിമം അതിൽ ചോദിക്കാവുന്നത് ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കറിയാവുന്ന മാക്സിമം ഉൾപ്പെടുത്തി ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ വിചാരിക്കും നോട്ടായിട്ടല്ല ഒരു പ്രത്യേകത. പിന്നെ മലയാളത്തിലാണ്, ആദ്യമേ അത് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിലല്ല. അപ്പോൾ പറ്റുന്നവരൊന്ന് റിവിഷൻ കേൾക്കുക. മലയാളത്തിലാകുമ്പോൾ ഒരു ഫ്ലോയിൽ എനിക്ക് പറയാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങ് പറയുന്നത്. LDC LGS ഒക്കെ എടുത്തെടുത്ത് ശീലിച്ചത് കൊണ്ട് ആദ്യമേ ഇംഗ്ലീഷിൽ അത്രയും ലെവൽ ഉള്ളവരോട് എനിക്ക് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. കാരണം മലയാള ഫ്ലോ ആയതുകൊണ്ടാണ്. ഞാൻ പിന്നെ മലയാളക്കാർക്ക് ഇച്ചിരി റിവിഷൻ ആവും. നിങ്ങൾ ഇംഗ്ലീഷുകാർ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുക, മാക്സിമം കേട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, നല്ല രീതിയിലാണ് എഴുതി തന്നിരിക്കുന്നത്. മാക്സിമം കണ്ടന്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്നൊരു ചോദ്യവും വരട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. കട്ടയ്ക്ക് പഠിച്ച് മുന്നേറുക. നല്ലൊരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡോ അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡോ സബ് ഇൻസ്പെക്ടറോ ഒക്കെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അംഗം തുടങ്ങുന്നു. നമുക്ക് നോക്കാം. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ആദ്യം ഞാൻ മൂന്ന് വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്ന് വിളിക്കുന്നതാര്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്ന് വിളിക്കുന്നതാര്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്ന് വിളിക്കുന്നതാര്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് ആരൊക്കെയാണെന്ന് അറിയാമോ? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്ന് വിളിക്കുന്നത് ബംഗാളിലെ ആദ്യ ഗവർണറെയാണ്. ആരാ ബംഗാളിലെ ആദ്യ ഗവർണർ? റോബർട്ട് ക്ലൈവ് അല്ലെ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്ന് വിളിക്കുന്നത് റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്ന് വിളിക്കുന്നത് വെല്ലസ്ലി പ്രഭു ആണ്. വെല്ലസ്ലി പ്രഭു കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചിട്ടില്ലേ? സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു ആണ്. അപ്പം അദ്ദേഹത്തെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്ന് വിളിക്കുന്നത് നമ്മുടെ കട്സൺ പ്രഭുവിനെയാണ്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് എന്ന് ചോദിച്ചിട്ടില്ലേ? കട്സൺ പ്രഭു. അപ്പൊ 3 പഠിച്ചു. ഏതൊക്കെയാ? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്ന് വിളിച്ചത് റോബർട്ട് ക്ലൈവിനെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്ന് വിളിച്ചത് വെല്ലസ്ലിയെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്ന് വിളിക്കുന്നത് കട്സൺ പ്രഭുവിനെയാണ്. ഇനി അടുത്ത 3 വൈസ്രോയിമാരുടെ ഒരു പ്രത്യേകത, വിശേഷണങ്ങൾ ഞാൻ എഴുതിയിരിക്കുന്നുണ്ടോ? ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആര്, ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആര്, ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആര്? ആരൊക്കെയാന്ന് നോക്കാം. ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ആണ്. കാരണം ഒത്തിരി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഔദ്യോഗിക സെൻസസ് എടുത്തതാര്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതാര്, പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചതാര്, വിദ്യാഭ്യാസ കമ്മീഷനായി ഹണ്ടർ കമ്മീഷനെ കൊണ്ടുവന്നതാര്. ഇതെല്ലാം ഞാൻ അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്, അപ്പുറത്തോട്ട് എഴുതിയിട്ടുണ്ട്. ഹണ്ടർ കമ്മീഷനെ കൊണ്ടുവന്നതാര്, ഈ ഇൽബർട്ട് ബിൽ വിവാദമൊക്കെ ഉണ്ടായതാര്. ഇതൊക്കെ ആരാണ്? റിപ്പൺ പ്രഭു. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? ജനകീയ വൈസ്രോയി എന്ന് വിളിക്കുന്നത് റിപ്പൺ പ്രഭു ആണ്. ജനകീയ വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു. ക്രിസ്ത്യൻ വൈസ്രോയി എന്ന അപരനാമം ഇർവിൻ പ്രഭു ആണ്. ക്രിസ്ത്യൻ വൈസ്രോയി എന്ന അപരനാമം ആരാ? ഇർവിൻ. എവിടെയാ ഇർവിൻ പ്രഭുവിനെ പഠിച്ചിട്ടുള്ളത്? 1-ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി, സൈമൺ കമ്മീഷനൊക്കെ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി എന്നൊക്കെ ചോദിച്ചാൽ ഇർവിൻ പ്രഭു അല്ലേ. അപ്പൊ ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭു. ജൂത വൈസ്രോയി എന്ന അപരനാമം റീഡിംഗ് പ്രഭുവിനാണ്. ജൂത വൈസ്രോയി ആരാ? റീഡിംഗ് പ്രഭു. എവിടെയാ റീഡിംഗ് പ്രഭു പഠിക്കുന്നത്? ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആര് എന്ന് പഠിച്ചിട്ടില്ലേ? ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭു ആണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് UPSC കൊണ്ടുവരുന്നത്. UPSC ഇല്ലേ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. 1926 നിലവിൽ വന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ
നമ്മുടെ ലോർഡ് ലീ കമ്മീഷനാണ്. ലോർഡ് ലീ LEE ലോർഡ് ലീ കമ്മീഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്, UPSC വരുന്നത്. 1926 ഇത് നിയമിച്ചത് അന്നത്തെ വൈസ്രോയി ആയ റീഡിംഗ് പ്രഭു ആയിരുന്നു. മറന്നു പോരുതേ. അപ്പൊ ചൗരി ചൗര സംഭവം നടക്കുമ്പോഴും ഇന്ത്യയുടെ വൈസ്രോയി ആരാ, റീഡിംഗ് പ്രഭു. അതെല്ലാം അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5 അല്ലെ. ചൗരി ചൗര സംഭവം എവിടെയായിരുന്നു, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരില്, ഖരഗ്പൂർ അല്ല ഗോരഖ്പൂരിലാണ് ചൗരി ചൗര സംഭവം. 22 പോലീസുകാർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം അത് നമ്മൾ പഠിച്ചേ. അടുത്ത മൂന്നാമത്തെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാര്, ഇന്ത്യൻ പോലീസിന്റെ പിതാവാര്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവും ഇന്ത്യൻ പോലീസിന്റെ പിതാവും കോൺവാലീസ് പ്രഭു ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവും ഇന്ത്യൻ പോലീസിന്റെ പിതാവും ആരാണ്, കോൺവാലീസ് പ്രഭു ആണ്. സിവിൽ സർവീസ് ദിനം എന്നാണ് ഏപ്രിൽ 21 അല്ലെ. സിവിൽ സർവീസ് ദിനം എന്ന ഏപ്രിൽ 21. പോലീസ് ദിനം എന്നാണ് ഒക്ടോബർ 21. ഇന്ത്യയിൽ പോലീസ് ദിനം എന്നാണ് ഒക്ടോബർ 21 ഇന്ത്യൻ പോലീസ്. അപ്പം ഇന്ത്യൻ സിവിൽ സർവീസിന്റെയും ഇന്ത്യൻ പോലീസിന്റെയും പിതാവാരാണ്, കോൺവാലീസ് പ്രഭു ആണ്. പോലീസ് ദിനം എന്ന ഒക്ടോബർ 21. പോലീസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിൽ പോലീസ് അക്കാദമി, സർദാർ പട്ടേൽ പോലീസ് അക്കാദമി ഹൈദരാബാദ് അല്ലെ. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി എവിടെയാണ്, ഹൈദരാബാദിലാണ്. അപ്പൊ സിവിൽ സർവീസ് ദിനം എന്നാണ് ഏപ്രിൽ 21. നമ്മൾ ഏപ്രിൽ 22 പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഏപ്രിൽ 22, ഭൗമദിനം, എർത്ത് ഡേ അല്ലെ. എർത്ത് ഡേ എന്ന് ചോദിച്ചാൽ എവിടെയാണ്, ഏപ്രിൽ 22 ഭൗമദിനം എന്ന് ചോദിച്ചത്. ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് കേട്ടോ. ലോകത്തെ ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്, ബ്രസീലിലെ റിയോ ഡി ജനീറോ. അപ്പൊ ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനമാണെങ്കിൽ ഏപ്രിൽ 22 ഏതാണ്, പുസ്തക ദിനം. ഏപ്രിൽ 22 ഭൗമദിനം. ഏപ്രിൽ 23 ഏതാണ്, അതാ പുസ്തക ദിനം. ഏപ്രിൽ 23 അതാ പുസ്തക ദിനം. ഷേക്സ്പിയറുടെ ജന്മദിനവും ചരമദിനവും എന്നൊക്കെ അറിയപ്പെടുന്നത് പുസ്തക ദിനമല്ലേ ആണ്. ഷേക്സ്പിയറുടെ ചരമദിനം നമ്മൾ പുസ്തക ദിനമായിട്ട് പറയുന്നു. എന്നാ ഏപ്രിൽ 23. ഷേക്സ്പിയറുടെ അവസാനത്തെ കൃതിയല്ലേ ദ ടെമ്പസ്റ്റ്. ദ ടെമ്പസ്റ്റ് ഷേക്സ്പിയറുടെ അവസാനത്തെ കൃതിയെ. ടെസ്റ്റിമോണ എന്ന കഥാപാത്രം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒഥല്ലോ ഷേക്സ്പിയറുടെ ഒരു പ്രധാനപ്പെട്ട നോവലല്ലേ ഒഥല്ലോ. ഒഥല്ലോ ആസ്പദമാക്കി മലയാളത്തിൽ ഒരു സിനിമയുണ്ട്. ഒഥല്ലോ ആസ്പദമാക്കി മലയാളത്തിലെ സിനിമയുടെ കളിയാട്ടം. കളിയാട്ടത്തിലൂടെ നമ്മുടെ സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് കിട്ടി. മികച്ച നടനുള്ള ദേശീയ അവാർഡ് ജയരാജിന്റെ സിനിമയാണ് കളിയാട്ടം. മറന്നു പോരുത്. സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ ഏതാണ്, കളിയാട്ടമാണ്. അത് ആരുടെ നോവലാണ്, ഷേക്സ്പിയറുടെ ഒഥല്ലോയുടെയാണ്. അപ്പൊ ഒഥല്ലോ, മാക്ബത്ത് അല്ലെ, മാക്ബത്ത്, ദ ടെമ്പസ്റ്റ്, ആസ് യു ലൈക്ക് ഇറ്റ്, ഇതൊക്കെ ആരുടെയാ, ഷേക്സ്പിയറുടെ ആയിരുന്നു. ഓക്കെ. ആവോണിന്റെ രാജഹംസം എന്ന് വിളിക്കുന്നത് ഷേക്സ്പിയറിനെ. ആവോണിന്റെ രാജവംശം അഥവാ ഏവോണിന്റെ രാജഹംസം എന്നൊക്കെ വിളിക്കുന്നത് ഷേക്സ്പിയറെ. ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിളിക്കുന്നത് കാളിദാസനെയാണ്. ഇന്ത്യൻ ഷേക്സ്പിയർ ആരാണ്, കാളിദാസൻ. കാളിദാസന്റെ 2-3 കൃതികൾ പറയട്ടെ. അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, രഘുവംശം, മാളവിക അഗ്നിമിത്രം അല്ലെ. അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, രഘുവംശം, മാളവിക അഗ്നിമിത്രം ഇതൊക്കെ ആരുടെയാണ്, നമ്മുടെ കാളിദാസന്റെ. അപ്പൊ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിളിക്കുന്നത് ആരെയാ, കാളിദാസൻ. കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നത് ആരെയാ, അത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള കാളിദാസൻ ആരാണ്, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ 23. നമ്മൾ ഏപ്രിൽ 24 പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഏപ്രിൽ 24, പഞ്ചായത്ത് രാജ് ദിനം അല്ലെ. പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. ഡേറ്റ് ഇട്ട് കൊടുത്ത ഇന്ത്യയിൽ എന്നാ പഞ്ചായത്ത് രാജ് വന്നത്, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വന്നത് 1993 ഏപ്രിൽ 24. 1993 ഏപ്രിൽ 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 24 ഏത് ദിനം, പഞ്ചായത്ത് രാജ് ദിനം അല്ലെ. പക്ഷെ പഞ്ചായത്ത് രാജിന്റെ ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയും, പഞ്ചായത്ത് രാജിന്റെ ഭേദഗതി 1992 73 ഭേദഗതി അല്ലെ. പഞ്ചായത്ത് രാജിന്റെ ഭേദഗതി ഏതാണ്, 1992 73 ഭേദഗതി പഞ്ചായത്ത് രാജ്യം. 73 നഗരപാലികയും. 73 ഏതാണ്, നഗരപാലിക നിയമം. 73 പഞ്ചായത്ത് രാജ്യം, 74 നഗരപാലിക നിയമം. അപ്പൊ 73 74 പഠിച്ച്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് വന്നത് എവിടെ, അത് രാജസ്ഥാനിലെ നാഗോറിലാണ്.
1959 ഒക്ടോബർ 2-നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് വരുന്നത്. 1959 ഒക്ടോബർ 2-ന്. അപ്പൊ പഞ്ചായത്ത് രാജ് വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? രാജസ്ഥാനാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ചോദിച്ചാൽ 93 ഏപ്രിൽ 24. കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം എന്ന് ചോദിച്ചാൽ ഒരു വർഷം കൂട്ടണം, ഡേറ്റ് ഒന്ന് കുറയ്ക്കണം. 1994 ഏപ്രിൽ 23. കേരളത്തിൽ പഞ്ചായത്ത് രാജ് 94 ഏപ്രിൽ 23 സെറ്റാണല്ലോ അല്ലെ? അപ്പം ഏപ്രിൽ 24 പഠിച്ച് 25 പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? മലേറിയ ദിനം എന്നു ചോദിച്ചിട്ടില്ലേ? മലേറിയ ദിനം ഏപ്രിൽ 25. മലേറിയ ദിനം അല്ലെ? മലേറിയ രോഗാണുക്കളെ കണ്ടെത്തിയത് ഒരു ഇന്ത്യൻ വംശജനാണ്, റൊണാൾഡ് റോസ്. മലേറിയ രോഗാണുക്കളെ കണ്ടെത്തിയത് ആരാണ്? റൊണാൾഡ് റോസ് അല്ലെ? മലേറിയയുടെ കൊതുക് എന്താ? മലമ്പനി അഥവാ മലേറിയയുടെ കൊതുക് അനോഫിലസ് പെൺകൊതുകുകൾ അല്ലെ? മലേറിയയുടെ കൊതുക് വർഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ. ചതുപ്പ് രോഗം എന്ന് വിളിക്കുന്നത് മലമ്പനിയല്ലേ? ആണ്. മലേറിയ അഥവാ മലമ്പനിയാണ് ചതുപ്പ് രോഗം എന്ന് വിളിക്കുന്നത്. അനോഫിലസ് പെൺകൊതുകുകൾ. ഇത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ? മലേറിയ. ഇത് രണ്ടും അല്ലടെ. ബാക്ടീരിയ അല്ല, വൈറസും അല്ല, പ്രോട്ടോസോവയാണ്. അപ്പൊ മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? പ്രോട്ടോസോവ. ഏത് പ്രോട്ടോസോവ? അത് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം അല്ലെ? മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയം. എവിടെയാ ബാധിക്കുന്നത്? മലേറിയ ബാധിക്കുന്ന അവയവം എവിടെ? പ്ലീഹ അല്ലെ? ശരീരത്തിലെ പ്ലീഹയിലാണ് മലേറിയ ബാധിക്കുന്നത്. അപ്പൊ ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, ഏപ്രിൽ 23 പുസ്തക ദിനം, ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം, ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 17 പഠിച്ചിട്ടില്ലേ? അത് ഹീമോഫീലിയ ദിനമാണ്. ഏപ്രിൽ 17 ഏത് ദിനമാണ്? ഹീമോഫീലിയ ദിനം. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ അല്ലേ? ആണ്. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗം എന്നൊക്കെ വിളിക്കുന്നത് ഏതാണ്? നമ്മളെ ഹീമോഫീലിയ. ഓക്കെ. അപ്പം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവും ഇന്ത്യൻ പോലീസിന്റെ പിതാവും ആരാ? കോൺവാലിസ് പ്രഭു ആണ്. ഓക്കെ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരാണ്? ഡൽഹൌസി പ്രഭു. എന്നാ ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ വന്നത്? 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് എന്നാണ്? 1853 ഏപ്രിൽ 16. ബേപ്പൂർ മുതൽ തിരുവൂർ വരെ കേരളത്തിലാണ്. ബോംബെ മുതൽ താന വരെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. വർഷം എന്നാണ്? 1853 ഏപ്രിൽ 16. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് റിപ്പൺ പ്രഭു ആണ് അല്ലെ? ജനകീയ വൈസ്രോയി എന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു ആണ് അല്ലെ? പക്ഷെ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് കൊണ്ടുവരുന്നത്, പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽബന്ത് റായി മേത്തയാണ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭു ആണെങ്കിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആരാണ്? ബൽബന്ത് റായി മേത്ത. 1957 ഇന്ത്യയിൽ ആദ്യമായിട്ട് ത്രിതല പഞ്ചായത്ത് സിസ്റ്റം കൊണ്ടുവന്നത് ബൽബന്ത് റായി മേത്തയല്ലേ? 57 കമ്മിറ്റി ബൽബന്ത് റായി മേത്ത. ആ 77 ഒരു അശോക് മേത്ത കമ്മിറ്റി വരുന്നുണ്ട്, ദ്വിതല പഞ്ചായത്ത്. അപ്പൊ ത്രിതല പഞ്ചായത്ത് കൊണ്ടുവരുന്നത് 57 ബൽബന്ത് റായി മേത്തയും 77 ദ്വിതല പഞ്ചായത്ത് കൊണ്ടുവരുന്നത് ഏതാ? അശോക് മേത്ത കമ്മിറ്റിയാണ് അല്ലെ? ഈ പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഒരു പാർലമെന്ററി സബ് കമ്മിറ്റിയിലെ 1988 വന്ന പി.കെ. തുങ്കൻ കമ്മിറ്റി കേട്ടോ. 88 പി.കെ. തുങ്കൻ കമ്മിറ്റി 89 പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി മെക്കാളെ പ്രഭു ആണ് കേട്ടോ. നമ്മള് ഇപ്പൊ ഇല്ല, പീനൽ കോഡ് മാറി അല്ലെ? ഭാരതീയ ന്യായ സംഹിതയായില്ലേ? അതിനു മുമ്പ് ഇന്ത്യൻ പീനൽ കോഡ് ശിക്ഷാ നിയമം അതിന്റെ ശില്പി മെക്കാളെ പ്രഭു ആണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പം ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു ആണ്. അടുത്ത ഓക്കെ, ഉദാര മനസ്കനായ ഗവർണർ ജനറൽ നമ്മുടെ വില്യം ബെന്റിക് പ്രഭു ആണ്. ഇദ്ദേഹം വലിയുടെ സതിയൊക്കെ നിർത്തലാക്കിയത് 1829 സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാ? വില്യം ബെന്റിക് പ്രഭു. അതാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്ന് വിളിക്കുന്നത് ആര്? ലിബറേറ്റർ ഓഫ് ദ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ്. നവാബ് മേക്കർ, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ്, ആർക്കോട്ട് ഉപരോധത്തിന്റെ ഹീറോ എന്നൊക്കെ വിളിക്കുന്നത് ബംഗാളിലെ ആദ്യ ഗവർണറായ റോബർട്ട് ക്ലൈവിനെയാണ്. ബംഗാളിലെ ആദ്യ ഗവർണറായ റോബർട്ട് ക്ലൈവിനെയാണ്. ഓക്കെ, ഇനി വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നൊരു വിശേഷണം നമ്മുടെ ലിട്ടൺ പ്രഭുവിനുണ്ട്. വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന വിശേഷണം ആർക്കാണ്? ലിട്ടൺ പ്രഭു. ഓവൻ മേരിടത്ത് എന്ന് വിളിക്കുന്നതും ലിട്ടൺ പ്രഭുവിനെ. വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നോ ഓവൻ മേരിടത്ത് എന്ന് വിളിക്കുന്നതും ആരെയാണ്? ലിട്ടൺ പ്രഭുവിനെ. ഇൽബർട്ട് ബില്ലിന്റെ ശില്പി റിപ്പൺ പ്രഭു ആണ്. നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ശില്പി റിപ്പൺ പ്രഭു. ഒരു വിവാദ ബിൽ
ബില്ലാണ്, ഇൽബർട്ട് ബില്ല്, അത് അങ്ങോട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ. റിപ്പൺ പ്രഭു ആണ് കേട്ടോ. ഇന്ത്യൻ ടെലഗ്രാമിന്റെ ശില്പി ഡൽഹൌസിയ. ഇപ്പം ടെലഗ്രാം നിർത്തലാക്കി. അന്ന് ടെലഗ്രാം 1851 ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലഗ്രാം ലൈൻ കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലഗ്രാം ലൈൻ കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി പ്രഭുവാണ്. കണ്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു. നമുക്ക് PSC പരീക്ഷയ്ക്ക് മൂന്ന് ബംഗാൾ കടുവയുണ്ട് അല്ലെ? 3 ബംഗാൾ കടുവയില്ലേ? ഏതൊക്കെയാ? ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ വെല്ലസ്ലി. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാരെന്ന് ചോദിച്ചാൽ സൗരവ് ഗാംഗുലിയാണ് പറയണ്ടേ. അപ്പൊ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബിപിൻ ചന്ദ്രപാൽ, ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ വെല്ലസ്ലി, ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാരാണ് സൗരവ് ഗാംഗുലിയാണ് അല്ലെ. ഓർഗനൈസ് ഓഫ് വിക്ടറി എന്ന് വിളിക്കുന്നത് ജോൺ ലോറൻസിനെ വിളിക്കാറുണ്ട്. ഇന്ത്യയുടെ അല്ലെങ്കിൽ പഞ്ചാബിന്റെ രക്ഷകൻ എന്നാണ് ജോൺ ലോറൻസ്. ഇന്ത്യയുടെ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്നൊക്കെ വിളിച്ചാൽ മേയോ പ്രഭു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, ഇത് രണ്ടും ഒന്ന് പഠിച്ചേരുടെ, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഗവർണർ ജനറൽ ആര്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വൈസ്രോയി ആര്? ആരൊക്കെയാണെന്നറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആണ്, ആദ്യത്തെ ഗവർണർ ജനറൽ അല്ലെ. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ എന്ന വിശേഷണം ആർക്കാ? വാറൻ ഹേസ്റ്റിംഗ്. 1773 തൊട്ട് 1885 വരെ ഇദ്ദേഹമായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വൈസ്രോയി എന്ന് ചോദിച്ചാൽ ലിൻലിത്കോ പ്രഭു ആണ്. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ഇദ്ദേഹമല്ലേ? ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആര്? ലിൻലിത്കോ പ്രഭു. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വൈസ്രോയി. ഇനി കുറച്ച് സ്ഥാപനങ്ങൾ വന്നേക്കുന്നുണ്ടോ, അതൊന്ന് ശ്രദ്ധിച്ചേ. ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിച്ചതാര്? ഇന്ത്യയിൽ ആദ്യ സുപ്രീം കോടതി വന്നത് 1774 വാറൻ ഹേസ്റ്റിംഗ് കൊൽക്കത്തയിലാണ് കേട്ടോ. എവിടെയാണ്? കൊൽക്കത്തയിലാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയും ആദ്യ മെഡിക്കൽ കോളേജും ആദ്യ സർവകലാശാലയും ആദ്യ ഹൈക്കോടതിയും കൊൽക്കത്തയിലാണ് വരുന്നത്. ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതിയും ആദ്യ മെഡിക്കൽ കോളേജും സർവകലാശാലയും ഹൈക്കോടതിയും ഒക്കെ വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി വന്ന വർഷം 1774. സ്ഥാപകനാര? വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സുപ്രീം കോടതി 1950 കേട്ടോ. 50 ജനുവരി 28 നമ്മുടെ ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സുപ്രീം കോടതി എവിടെയാണ്? 1950 ജനുവരി 28 എവിടാ? അത് ന്യൂഡൽഹിയിലാണ്. ആദ്യ സുപ്രീം കോടതി 74 വാറൻ ഹേസ്റ്റിംഗ്. ആദ്യ മെഡിക്കൽ കോളേജ് 1735 വില്യം ബെന്റിക് പ്രഭു സ്ഥാപിക്കുന്നത്, അതും കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് വില്യം ബെന്റിക് പ്രഭു. ആദ്യ യൂണിവേഴ്സിറ്റി 1857 കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. കാനിങ് പ്രഭുവിന്റെ കാലഘട്ടം ഓർമ്മയുണ്ടല്ലോ. കാനിങ് പ്രഭു കാലഘട്ടത്തിലാണ്. അതായത് നമുക്കറിയാം കാനിങ് പ്രഭു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് കാനിങ് പ്രഭുവാണ് ഇദ്ദേഹത്തെ തൊട്ടടുത്ത വർഷം വൈസ്രോയി ആയിട്ടൊക്കെ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി ആക്ട് ആണ് ഇത് വരുന്നത് 1862 എൽജിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഹൈക്കോടതികൾ വരുന്നത്. അത് ഉറപ്പായിട്ടൊന്ന് നോക്കിയിട്ട് കയറണേ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കേ. ഇന്ത്യയിൽ ആദ്യ സെൻസസ് എടുത്തതാര്? ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് എടുത്തതാര്? ഇന്ത്യയിൽ ആദ്യ സെൻസസ് എടുത്തത് എന്ന ചോദ്യമേ ഉള്ളെങ്കിൽ മേയോ പ്രഭു പറഞ്ഞാൽ മതി. 1872. ഇന്ത്യയിൽ ആദ്യ സെൻസസ് എടുത്തതാരാണ്? മേയോ പ്രഭു 1872. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് എന്നാണ് ചോദ്യമെങ്കിൽ 1881 റിപ്പൺ പ്രഭുവാണ്. ഔദ്യോഗിക സെൻസസ് എടുത്തത് 81 വർഷം തെറ്റരുത്. റിപ്പൺ പ്രഭുവാണ് അല്ലെ. സെൻസസ് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാന്ന് എപ്പോഴും ചോദിക്കത്തില്ലേ? സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ്. സെൻസസ് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിൽ. 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് എടുത്ത വർഷം 1951. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് എടുത്തത് ഏതാണ്? 1951. അപ്പൊ ആദ്യ സെൻസസ് എടുത്തത് മേയോയും ഔദ്യോഗിക സെൻസസ് എടുത്തത് റിപ്പൺ 1881. കുറച്ച് വൈസ്രോയിമാരുടെയും ഗവർണർ ജനറൽ വാചകങ്ങൾ, അതൊക്കെ കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് വാചകങ്ങൾ നോക്കേ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. ആരുടെ വാചകം? ബംഗാളിലെ ആദ്യ ഗവർണറായ റോബർട്ട് ക്ലൈവിന്റെ വാചകമാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന വരി വില്യം ബെന്റിക് പ്രഭുവിന്റെയാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് പറയുന്നത് ആരുടെയാണ്? വില്യം ബെന്റിക് പ്രഭുവിനെ അല്ലേ.
നമ്മളല്ലാതെ സ്വാമി ദയാനന്ദ സരസ്വതിക്ക് ഒരു വാചകമുണ്ട്, ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം സ്വാമി ദയാനന്ദ സരസ്വതിയുടെ. ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം വില്യം ബെന്റി പ്രഭു. കട്സൺ പ്രഭുവിന്റെ ഒരു ചോദ്യം കണ്ടോ, ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചതാര്? ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചതാരാണ്? കട്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കട്സൺ പ്രഭു ആണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കട്സൺ പ്രഭു. അതുകൊണ്ട് നമ്മളൊരു ചോദ്യം പഠിക്കും, രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതാർക്ക്? 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കട്സൺ പ്രഭുവിനല്ലേ? ആണ്, കട്സൺ പ്രഭുവിനാണ്. അപ്പം ഈഴവ മെമ്മോറിയൽ. ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് തിരുവിതാംകൂർ ആദ്യമായി സന്ദർശിച്ച വൈസ്രോയി കട്സൺ പ്രഭു. കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ഡഫറിൻ പ്രഭുവാണ്. കോൺഗ്രസിനെ INC മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിക്കുന്നത് ഡഫറിൻ. എവിടെയാണ് ഡഫറിൻ പ്രഭു പഠിക്കുന്നത്? INC രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആര്? INC രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാ? ഡഫറിൻ പ്രഭു. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്റെ പൂർവികന്മാർ ഇന്ത്യ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം കീഴടക്കും എന്ന് പറഞ്ഞത് കട്സൺ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിലെത്തിയത്, അതും കട്സൺ പ്രഭു ആണ്. റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിളിച്ചത് വില്യം പീറ്റ് അഥവാ ചാത്താം പ്രഭു എന്ന് വിളിക്കുന്ന ആളാ. ജസ്റ്റ് വായിച്ചിട്ടാ മതി. ആധുനിക ഇന്ത്യയുടെ പിതാവ്, ശില്പി എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ ഡൽഹൌസി പ്രഭുവിനെയാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു ഗവർണർ ജനറലിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ഡൽഹൌസി പ്രഭുവിനെയാ പറയണ്ടേ. രാജാ കേശവദാസ് ഉണ്ടല്ലോ, അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഔദ്യോഗിക ദിവാൻ ആരാ? തിരുവിതാംകൂറിലെ ആദ്യത്തെ ഔദ്യോഗിക ദിവാൻ രാജാ കേശവദാസ. ഇദ്ദേഹത്തിന് രാജ എന്ന ബഹുമതി കൊടുത്തത് മോർമിംഗ്ടൺ പ്രഭു. നമ്മുടെ വെല്ലസ്ലിയുടെ മറ്റൊരു പേരാ മോർമിംഗ്ടൺ പ്രഭു. രാജാ കേശവദാസിന് രാജ എന്ന ബഹുമതി കൊടുത്തത് ആരാണ്? മോർമിംഗ്ടൺ പ്രഭു. അടുത്ത നല്ലൊരു പോയിന്റ് കിടക്കുന്നുണ്ടോ? ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിളിച്ചത് ഒരു വൈസ്രോയിയ, ഇർവിൻ പ്രഭു. ആ സമയത്ത് ഇർവിൻ പ്രഭു ആണല്ലോ. അപ്പൊ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിളിച്ചത് ആരാണ്? ഇർവിൻ പ്രഭു. എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭു ആണ്. എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭു. അടുത്ത പരിഷ്കാരങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാന, ഇച്ചിരി സ്പീഡിൽ പോകുന്നത് ഒത്തിരി ഉണ്ട് കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് എല്ലാം എഴുതി. അപ്പൊ ഇതൊരു വ്യത്യസ്ത രീതിയിൽ എഴുതിയത് കൊണ്ട്, എന്നാൽ ഒത്തിരി ക്ലാസ് എടുക്കണ്ടല്ലോ എന്ന് വെച്ചാണ് ഒറ്റ ക്ലാസ് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം പറയുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ആദ്യത്തെ പരിഷ്കാരം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്, പഠിച്ചു വെച്ചിരിക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, വർഷം 1793. കോൺവാലീസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793, വർഷവും പഠിക്കണേ. കോൺവാലീസ് പ്രഭു. നേരത്തെ കോൺവാലീസ് പ്രഭുവിന് നമ്മൾ എന്തൊക്കെ പഠിച്ചേ? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാര്, ഇന്ത്യൻ പോലീസിന്റെ പിതാവാരെന്ന് ചോദിച്ചാൽ കോൺവാലീസ് പ്രഭു അല്ലേ പഠിച്ചേ? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാരെന്ന് ചോദിച്ചാലും ഇന്ത്യൻ പോലീസിന്റെ പിതാവും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്, പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പിലാക്കിയത് ആരാണ്? കോൺവാലീസ് പ്രഭു. അടുത്ത സൈനിക സഹായ വ്യവസ്ഥ, വർഷം പഠിക്കണം. 1798, വെല്ലസ്ലി പ്രഭു. എന്താ സൈനിക സഹായ വ്യവസ്ഥയുടെ ഇംഗ്ലീഷ്? സബ്സിഡിയറി അലയൻസ്. വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഹൈദരാബാദ് ആണ് കേട്ടോ, ഹൈദരാബാദ്. റൈറ്റ് വാരി സമ്പ്രദായം ഉണ്ട്. റൈറ്റ് വാരി, മഹൽവാരി സമ്പ്രദായം കേട്ടിട്ടില്ലേ? 1813 തോമസ് മൺട്രോ. സതി നിർത്തലാക്കിയത് 1829 വില്യം ബെന്റിക് പ്രഭു. സതി നിർത്തലാക്കിയത് 1829 വില്യം ബെന്റിക് പ്രഭു. റൈറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്ന ആരാണ്? തോമസ് മൺട്രോ. ഇന്ത്യയിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് വില്യം ബെന്റിക് പ്രഭു. 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ശിശുബലി, ശൈശവ വിവാഹം നിരോധനം, ഇതൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ശിശുബലിയും ശൈശവ വിവാഹ നിരോധനമൊക്കെ വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ 1829 തന്നെ. ഇന്ത്യൻ പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ട് ലിബറേറ്റർ ഓഫ് ദ പ്രസ് എന്ന് വിളിക്കുന്നത് ചാൾസ് മെറ്റ്കാഫ്. 1836. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ വൈസ്രോയി എലൻ ബറോ പ്രഭു കേട്ടോ. 1843 ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിമത്തം നിർത്തലാക്കിയത് എലൻ പ്രഭു. 1843-44 എന്നാ പറയാറുണ്ട്. എലൻ ബറോ പ്രഭു. ലോകത്ത് ആദ്യമായി അടിമത്തം നിർത്തലാക്കിയത് ബ്രിട്ടനിലാണ്. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ചോദിച്ച എലൻ ബറോ പ്രഭു. ദത്തവകാശ നിരോധന നിയമം, ഡോക്ട്രിൻ ഓഫ് ലാവ്സ്, വർഷം പഠിച്ചേരെ 1848 ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്?
ഡൽഹൌസി പ്രഭു ആദ്യം പിടിച്ചടക്കിയ നാട്ടുരാജ്യം സറ്റാറ, അവസാനം പിടിച്ചടക്കിയ നാട്ടുരാജ്യം ഔദ് അല്ലെ. ആദ്യം പിടിച്ചടക്കിയ നാട്ടുരാജ്യം സറ്റാറ, അവസാനം പിടിച്ചടക്കിയ നാട്ടുരാജ്യം ഏതാണ്? ഔദ് അല്ലെ. അതുപോലെ ഈ ഔദിനെ കുറിച്ച് ഡൽഹൌസി പ്രഭു ഒരു ഡയലോഗ് പറയാറുണ്ട്. എന്റെ വായിൽ വീഴാൻ പോകുന്ന ഒരു ദിവസം എന്റെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഏത് നാട്ടുരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഡൽഹൌസി പ്രഭു നമ്മുടെ ഔദ് എന്ന നാട്ടുരാജ്യത്തെ കുറിച്ചാണ് കേട്ടോ. 1848 ടെലഗ്രാം വന്നത് 1851 ഡൽഹൌസി, അപ്പൊ നമ്മൾ പഠിച്ചു. റെയിൽവേ വന്നത് 1853 ഡൽഹൌസി പഠിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഏതെന്ന്? വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട വുഡ്സ് ഡെസ്പാച്ച്. വർഷം തെറ്റണ്ട, 1854 ഡൽഹൌസി പ്രഭു. അപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. ഏതാണ്? വുഡ്സ് ഡെസ്പാച്ച്. ഓർത്തു വെച്ചിരിക്കണേ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഇതല്ല. ഇന്ത്യയുടെ മാഗ്ന കാർട്ട മൗലികാവകാശം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട വുഡ്സ് ഡെസ്പാച്ച് 1854 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി ഹിന്ദു വിധവ പുനർവിവാഹം, ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഒക്കെ വരുന്നത് 1856 ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. പൊതുമരാമത്തും അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ആധുനിക ഇന്ത്യയുടെ ശില്പി. ഇത്രയും പരിഷ്കാരങ്ങൾ ഇദ്ദേഹമല്ലേ കൊണ്ടുവരുന്നത്. VPWD വരെ കൊണ്ടുവരുന്നത് ഡൽഹൌസി പ്രഭു. ഹൈക്കോടതി നിയമം ഒക്കെ വരുന്നത് 61 കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ 1872 മേയോ പ്രഭു. അപ്പൊ ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ സ്ഥാപിച്ചത് മേയോ പ്രഭു ആണ്. ആദ്യ സെൻസസ് എടുത്തതും മേയോ പ്രഭു ആണ്. വർഷം തെറ്റണ്ട, 1872. അടുത്തതോട്ട് ഉറപ്പ് ചോദിക്കൂ എന്ന് പറയുന്ന വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നാട്ടുഭാഷ പത്ര നിയമം. നാട്ടുഭാഷാ നിയമം എന്നല്ല, പത്ര നിയമം. വെർണാക്കുലാർ പ്രസ് ആക്ട് 1878 റിപ്പൺ പ്രഭു. നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വർഷം തെറ്റരുത്, 1878. റിപ്പൺ അല്ല, ഇത് പിൻവലിച്ചതാണ്. ലിട്ടൺ, അത് ഞാൻ തിരുത്തിയിട്ടേക്കാം. ലിട്ടൺ പ്രഭു. നാട്ടുഭാഷാ പത്ര നിയമം 1878 ലിട്ടൺ പ്രഭു ആണ്. റിപ്പൺ അല്ല, റിട്ടൺ. പിൻവലിച്ചത് ആരെന്ന് ചോദിക്കുമ്പോഴാണ് റിപ്പൺ പ്രഭു പറയേണ്ടത് കേട്ടോ. ആദ്യ ഔദ്യോഗിക സെൻസസ് എടുത്തത് 1881 റിപ്പൺ പ്രഭു ആണ്. ഔദ്യോഗിക സെൻസസിന്റെ വർഷം പഠിച്ചിട്ടുണ്ട്, 81. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് 82 റിപ്പൺ പ്രഭു ആണ്. ഇൽബർട്ട് ബിൽ പാസാക്കിയത് 83 റിപ്പൺ പ്രഭു. അപ്പൊ ഇൽബർട്ട് ബില്ലിന്റെ ശില്പി ആരാണ്? റിപ്പൺ പ്രഭു ആണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത്, ഇന്ത്യയിൽ വന്ന ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതെന്നൊക്കെ ചോദിക്കും. ഹണ്ടർ കമ്മീഷൻ 1888 റിപ്പൺ പ്രഭു. ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണം തുടങ്ങി വെച്ചത് അത് നമ്മുടെ 85 ഡെഫറിൻ പ്രഭു. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലോട്ട് മാറ്റിയത് 1911 ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഹാർഡിഞ്ച് സെക്കൻഡ് കേട്ടോ. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചത് ഏത് വർഷമാണ്? 1911. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരെന്ന് ചോദിക്കും? ഹാർഡിഞ്ച് സെക്കൻഡ്. ഓർത്തു വെച്ചിരിക്കണേ. റൗലക്റ്റ് ആക്ട്. എന്താ റൗലക്റ്റ് ആക്ട്? ആരെയും വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുന്ന നിയമമല്ലേ? അത് റൗലക്റ്റ് ആക്ട് 1919 ചെംസ്ഫോർഡ് പ്രഭുവാണ്. മൊണ്ടേഗോ ചെംസ്ഫോർഡ് പ്രഭു. ഇനി ബജറ്റ് 2 ബജറ്റ് ആക്കി തിരിച്ചു. റെയിൽവേ ബജറ്റ് എന്നും പൊതു ബജറ്റ് എന്നും 2 ആക്കി മാറ്റിയത് 1824 റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്, ഇത് ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, 1940 ലിൽ ലിത്കോ പ്രഭു ആണ്. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് 1940 ലിൽ ലിത്കോ പ്രഭു ആണ്. സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭു 1845 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയത്. എല്ലാം നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൽ ലിത്കോ പ്രഭു, സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയത് വേവൽ പ്രഭു. ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഒക്കെ വരുമ്പോൾ 47 മൗണ്ട് ബാറ്റൻ. അതിനു മുമ്പ് ക്ലെമന്റ് ആക്ടിലൂടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒക്കെ വരുമ്പോൾ 47 വേവൽ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ക്ലെമന്റ് ആക്ടിലൂടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പിന്നീട് നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ശാരദാ നിയമം എന്നും പറഞ്ഞൊരു നിയമം ഉണ്ട്. വിവാഹപ്രായം 18, ആണുങ്ങളുടെ 18, പെൺകുട്ടികൾക്ക് 14 എന്നുള്ള ഒരു ശാരദാ നിയമം കൊണ്ടുവരുന്നത് ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ 1929 അത് ഇർവിൻ പ്രഭുവിന്റെ കാലത്ത്. ഇനി സൈമൺ കമ്മീഷൻ, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ, 3 മിഷൻ ആണല്ലോ ഇന്ത്യയിൽ വന്നത്. സൈമൺ കമ്മീഷൻ 1927 ക്രിപ്സ് മിഷൻ
മിഷൻ 42ലും ക്യാബിനറ്റ് മിഷൻ 46ലും. ഇതിന്റെ ഓരോരുത്തരുടെയും തലവന്മാരെ നോക്കാം. സൈമൺ കമ്മീഷന്റെ തലവൻ സർ ജോൺ സൈമൺ, ക്രിപ്സ് മിഷന്റെ തലവൻ സ്റ്റഫോർഡ് ക്രിപ്സ്, ക്യാബിനറ്റ് മിഷന്റെ തലവൻ പെത്വിക് ലോറൻസ്. സൈമൺ കമ്മീഷൻ ജോൺ സൈമൺ, ക്രിപ്സ് മിഷൻ സ്റ്റഫോർഡ് ക്രിപ്സ്, ക്യാബിനറ്റ് മിഷൻ പെത്വിക് ലോറൻസ്. സൈമൺ കമ്മീഷൻ ഒരു പ്രത്യേകതയുണ്ട്, രൂപീകരിച്ചത് 27ലും ഇന്ത്യയിലെത്തിയത് 28ലുമാണ് കേട്ടോ. ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് അത് വരുന്നത്. ക്രിപ്സ് മിഷൻ ലില്ലിത്കോ പ്രഭുവിന്റെയും ക്യാബിനറ്റ് മിഷൻ വരുന്നത് വേവൽ പ്രഭുവിന്റെയും കാലഘട്ടത്തിലാണ് അല്ലെ. ആയുധ നിയമം കൊണ്ടുവന്നത് ആംസ് ആക്ട് ലിട്ടൺ പ്രഭു, പക്ഷെ ഫാക്ടറി നിയമം കൊണ്ടുവന്ന വൈസ്രോയി നമ്മുടെ റിപ്പൺ പ്രഭു. റൗലറ്റ് ആക്ട് ആരെയും വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുന്ന നിയമം റൗലറ്റ് ആക്ട് 1919 കൊണ്ടുവരുന്നത് ചെംസ്ഫോർഡ് പ്രഭുവാണ്. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് എന്നും പറഞ്ഞു വരുന്നുണ്ട്, കട്സൺ പ്രഭുവാണ് അതും കൊണ്ടുവരുന്നത്. ഹൈക്കോടതി ആക്ട് കൊണ്ടുവരുന്നത് കാനിങ് പ്രഭുവാണ്. ആക്ടുകളെല്ലാം അവിടെ സെറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് വിദ്യാഭ്യാസ കമ്മീഷൻ വന്നിട്ടുണ്ട് വൈസ്രോയിമാരുടെ കാലത്ത്. വിദ്യാഭ്യാസ കമ്മീഷൻ പ്രധാനമായിട്ടും മെക്കാളെ മിനിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ. മെക്കാളെ മിനിറ്റ്സ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നതായി ഈ മെക്കാളെ മിനിറ്റ്സ്. അത് 1835 വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. മെക്കാളെ മിനിറ്റ്സ് 1835 വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലത്താണ്. പിന്നെ ഹണ്ടർ കമ്മീഷൻ 1882 റിപ്പൺ പ്രഭു. സാഡിലർ വിദ്യാഭ്യാസ കമ്മീഷൻ 1917 ചെംസ്ഫോർഡ് പ്രഭു. സർജന്റ് വിദ്യാഭ്യാസ കമ്മീഷൻ 1944 വേവൽ പ്രഭു. സാർജന്റ് കമ്മീഷൻ 1944 വേവൽ പ്രഭു ആണ്. ഇനി സ്വാതന്ത്ര്യ സമര ചരിത്രം വരുമ്പം ആ സമയത്ത് ഹിസ്റ്റോറിമാർ ഞാൻ സെറ്റാക്കി എഴുതിയിട്ടുണ്ട്. നോക്കെ, 1857 റിവോൾട്ട് നടക്കുമ്പോൾ കാനിങ് പ്രഭു, 1885 INC രൂപീകരിക്കുമ്പോൾ ഡഫറിൻ പ്രഭു, 1905 ബംഗാൾ വിഭജനം നടക്കുമ്പോൾ കട്സൺ പ്രഭു. ഇതെല്ലാം എളുപ്പമാണ്. 1857 കാനിങ്, 85 ഡഫറിൻ പ്രഭു, 1905 കട്സൺ പ്രഭു ആണ്. അതുപോലെ മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ 1906 മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ മിന്റോ സെക്കൻഡ്. 1907 സൂററ്റ് സ്പ്ലിറ്റ്, മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ സൂററ്റ് സ്പ്ലിറ്റ്, അപ്പോഴും മിന്റോ സെക്കൻഡ് ആണ്. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം, അതായത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയ മിന്റോ മോർലി ഭരണപരിഷ്കാരം 1909 അതും മിന്റോ സെക്കൻഡ്. 1905 ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ, ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ കട്സൺ പ്രഭു, നിലവിൽ വന്നു എന്ന വാരാണെങ്കിൽ മിന്റോ സെക്കൻഡ് ഇട്ടേക്കണം കേട്ടോ. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുമ്പോൾ ഹാർഡിഞ്ച് സെക്കൻഡ്. തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ ഹാർഡിഞ്ച് സെക്കൻഡ്. എല്ലാം നല്ല ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, അതൊരു GK കൂടെ നീ പഠിക്കുന്നുണ്ട് ഹിസ്റ്ററിയുമായി. അപ്പം മുസ്ലിം ലീഗ് 6, സൂററ്റ് സ്പ്ലിറ്റ് 7, മിന്റോ മോർലി ഭരണപരിഷ്കാരം 9, ബംഗാൾ വിഭജനം 5, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 11, തലസ്ഥാനം ഡൽഹിയിൽ നിന്നിലേക്ക് മാറ്റിയത് 11 അല്ലെ. ഇനി ഇന്ത്യ ആദ്യമായി സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ആദ്യമായി സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് അഞ്ചാമൻ. 1911 ആ സമയത്ത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് ഇന്ത്യയുടെ വൈസ്രോയി. ഇന്ത്യ ആദ്യമായി സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ജോർജ് അഞ്ചാമൻ. ഈ ജോർജ് അഞ്ചാമന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മുംബൈയിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണികഴിപ്പിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1916 ഹോം റൂൾ ലീഗ് രൂപീകരിക്കുമ്പോൾ ചെംസ്ഫോർഡ് പ്രഭുവാണ്. ഹോം റൂൾ ലീഗ് ആരാ? ഹോം റൂൾ ലീഗ് രൂപീകരിച്ച 2 പേർ ചേർന്ന്, ആനി ബസന്റും ബാലഗംഗാധര തിലകൻ. ആനി ബസന്റ് അടയാറിലും ബാലഗംഗാധര തിലകൻ പൂനെയിലും 1916 ഹോം റൂൾ ലീഗ് രൂപീകരിക്കുന്നത്. 1916 തന്നെയുടെ ലഖ്നൗ ഉടമ്പടി, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച, മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ച, അതെല്ലാം നമ്മൾ 16 പറയുന്നത്. അപ്പൊ ലഖ്നൗ ഉടമ്പടി, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു, മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചു, അതെല്ലാം 16 ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലത്ത്. പിന്നെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരവും ജാലിയൻ വാലാബാഗും ഒക്കെ 19 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം ഏത്? ഈ 2 ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയത് 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഓർത്ത് വെക്കണേ. 1922 ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ റീഡിംഗ് പ്രഭുവാണ് കേട്ടോ. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ആരാണ്? റീഡിംഗ് പ്രഭു. 1924 നമുക്ക് മറ്റൊരു രാജകുമാരൻ വരുന്നുണ്ട്, വെയിൽസ് രാജകുമാരൻ, അപ്പോഴും റീഡിംഗ് പ്രഭു. 28 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ഇർവിൻ പ്രഭു. 29 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചപ്പോൾ ഇർവിൻ പ്രഭു. ആദ്യത്തെ വട്ടമേശ
സമ്മേളനത്തിലും ഇർവിൻ പ്രഭു, 30-ലെ നിയമലംഘന സമയത്തും ഇർവിൻ പ്രഭു. അപ്പൊ അതിലും എത്ര GK പഠിച്ചു അല്ലെ? അതായത് പൂർണ്ണ സ്വരാജ് പ്രമേയം എന്ന 29-ലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. ലാഹോർ കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റു ആണ് പ്രമേയം അവതരിപ്പിക്കുന്നത്. പിന്നെ ആദ്യ വട്ടമേശ സമ്മേളനം 30-ലാണ്. 30, 31, 32-ലെ വട്ടമേശ സമ്മേളനം ലണ്ടനിലെ ജെയിംസ് പാലസിൽ അല്ലെ? വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയത് എവിടെയാണ്? ലണ്ടനിലെ ജെയിംസ് പാലസ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? റംസെ മക്ഡൊണാൾഡ്. 30, 31, 32. ഈ 30-ൽ തന്നെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ ജനകീയ സത്യാഗ്രഹം, 30-ലെ നിയമലംഘന പ്രസ്ഥാനം. ഗാന്ധിജി 3 ജനകീയ സത്യാഗ്രഹങ്ങളെ നടത്തിയിട്ടുള്ളൂ. 20-ലെ ആദ്യത്തത് 20-ലെ നിസ്സഹകരണ സമരം, രണ്ടാമത്തത് 30-ലെ നിയമലംഘന സമരം, മൂന്നാമത്തത് 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരം. അത് ഇത്രയും ഓർത്തു വെച്ചിരിക്കുക. അടുത്തത് 31-ൽ തലസ്ഥാനം ന്യൂഡൽഹിയിലേക്ക് മാറ്റി. അപ്പം ഡൽഹി മാറ്റി ന്യൂഡൽഹി എന്ന് മാറ്റി കേട്ടോ. ന്യൂഡൽഹി ആക്കിയത് ഇർവിൻ പ്രഭു ആണ്. അപ്പൊ ഡൽഹി ആയിരുന്നു, പിന്നെ ന്യൂഡൽഹി ആയത്. പിന്നെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത് 31 ആണല്ലോ. 31 മാർച്ച് 23-ലല്ലേ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത്, അപ്പോഴും ഇർവിനാണ്. 31-ലാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി, അപ്പോഴും ഇർവിനാണ്. 31, 32 2ഉം 3ഉം വട്ടമേശ സമ്മേളനം. തെറ്റിപ്പോണ്ട, ഇതൊന്ന് നോട്ട് ചെയ്തേക്ക്. 1-ാം വട്ടമേശ സമ്മേളനം ഇർവിൻ പറഞ്ഞു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനത്തെ വെല്ലിംഗ്ടൺ പ്രഭു ആണ്. വെല്ലിംഗ്ടൺ പ്രഭു. 32-ൽ തന്നെ കമ്മ്യൂണൽ അവാർഡും, അതും വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ചോദിക്കും. 32-ല് വെല്ലിംഗ്ടൺ പ്രഭു ആണ് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് ഇരിക്കുന്നത്. അടുത്ത നോക്കെ, പൂന ഉടമ്പടി. നല്ലൊരു GK വരുന്ന പൂന ഉടമ്പടി വർഷം പഠിച്ചേരെ. 32-ൽ ഗാന്ധിജിയും BR അംബേദ്കറും തമ്മിലാണ് പൂന ഉടമ്പടി, വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ ഇന്ത്യയിൽ പൂന ഉടമ്പടി ആരൊക്കെ തമ്മിലാണ്? ഗാന്ധിജിയും BR അംബേദ്കറും 32-ൽ. 40-ൽ ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആരാ? ലിൽ ലിത്കോ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ ആഗസ്റ്റ് ഓഫർ. 42-ൽ കിർക്രിപ്സ് മിഷൻ വരുമ്പോഴും ലിൽ ലിത്കോ. 45 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടുന്നത് വേവൽ പ്രഭു. 46-ൽ നാവിക കലാപം വർഷം പഠിച്ചു വെച്ചേ. ഇന്ത്യയിൽ മുംബൈ കലാപം അഥവാ നാവിക കലാപം എന്ന് ചോദിക്കും. 46-ല് വേവൽ പ്രഭു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുമ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഇനി സംഭവങ്ങളൊന്ന് നോക്കേ. ബംഗാളിൽ ആദ്യമായി ദ്വിഭരണം എടുത്തത് റോബർട്ട് ക്ലൈവ്. പക്ഷെ ബംഗാളിൽ ദ്വിഭരണം പിൻവലിച്ചത് വാറൻ ഹേസ്റ്റിംഗ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയതായിരുന്നു വെച്ചാൽ റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം പിൻവലിച്ചത് വാറൻ ഹേസ്റ്റിംഗ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു, പിൻവലിച്ചത് ക്യാനിങ് പ്രഭു. അപ്പൊ ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി, പിൻവലിച്ചത് ക്യാനിങ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ലിട്ടൺ, പിൻവലിച്ചത് റിപ്പൺ. പ്രാദേശിക ഭാഷാ പത്ര നിയമം അഥവാ നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ലിട്ടൺ, പിൻവലിച്ചത് റിപ്പൺ. ബംഗാൾ വിഭജനം കൊണ്ടുവന്നത് കട്സൺ, പിൻവലിച്ചത് ഹാർഡിഞ്ച് സെക്കൻഡ്. റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയത് ചെംസ്ഫോർഡ് പ്രഭു, പിൻവലിച്ചത് റീഡിംഗ് പ്രഭു. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായം 21-ൽ നിന്നും 19 കുറച്ചത് ആദ്യം ലിട്ടൺ പ്രഭു, പിന്നെ തിരിച്ചു മാറ്റി വീണ്ടും 21 വയസ്സാക്കിയത് റിപ്പൺ പ്രഭു. അതൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. ഇനി മറ്റുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നോക്കേ. ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ഒരേ ഒരു ഗവർണർ ജനറൽ ആരാ? വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭു ആണ്. 1872 ആൻഡമാനിൽ വെച്ചാണ് ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെടുന്നത് ഏക വൈസ്രോയി മേയോ പ്രഭു. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി എന്ന് ചോദിച്ചാൽ റിപ്പൺ പ്രഭു. അഫ്ഗാൻ പ്രസ്ഥാനത്തിൽ സാലിസ്ബറി പ്രഭുവിന്റെ നടപടികളെ പ്രതിഷേധിച്ച് ഒരു രാജിവെച്ച വൈസ്രോയി നോർത്ത് ബ്രൂക്ക് പ്രഭു. 1773-ൽ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ബംഗാളിൽ ആദ്യമായി വന്ന ഗവർണർ ജനറൽ ആര്? വാറൻ ഹേസ്റ്റിംഗ്. അപ്പം വാറൻ ഹേസ്റ്റിംഗിനെ നിയമിച്ച നിയമം ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് 1773-ലൂടെയാണ് ബംഗാളിൽ ആദ്യമായിട്ട് ഒരു ഗവർണർ ജനറൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 1833-ൽ ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആവുന്ന ആദ്യ വ്യക്തി വില്യം ബെന്റിക് പ്രഭു ആണ്. ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന പദവി എത്തുന്നത് വില്യം ബെന്റിക് പ്രഭു. അതുവരെ ബംഗാളിലെ ഗവർണർ ജനറൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് വില്യം ബെന്റിക് പ്രഭു അല്ലേ? അദ്ദേഹത്തിനോട് അത് ശുപാർശ ചെയ്തത് മെക്കാളെ
പ്രഭുവാണ്. അതുകൊണ്ട് നമ്മളെ മെക്കാളെ മിനിറ്റ്സ് എന്നൊക്കെ പഠിക്കാറില്ലേ. അപ്പം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്ന് ശുപാർശ ചെയ്ത വ്യക്തി ആരാണ്? അത് മെക്കാളെ പ്രഭുവാണ്. മദ്രാസിൽ റൈറ്റ് വാരി സമ്പ്രദായം തോമസ് മൺട്രോ. ഡൽഹിയിലെ ദർബാർ വിളിച്ച് ആദ്യമായിട്ട് വിക്ടോറിയ രാജ്ഞിക്ക് കൈസർ ഇ ഹിന്ദ് എന്ന പദവി നൽകിയത്, കെ ഇ ഹിന്ദ് എന്നത് ലിട്ടൺ പ്രഭു കൊടുത്തു. 1979 ഇനി കുറെ വർഷം കഴിഞ്ഞ് നമ്മുടെ അയർലൻഡിലെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭു. പിന്നെ 1927 ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. 1927 പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭുവാണ്. പരിഷ്കാരങ്ങൾ നോക്കേ. മിന്റോ മോർലി ഭരണ പരിഷ്കാരം 1909. മിന്റോ സെക്കൻഡ് എന്ന് പഠിക്കണം. മിന്റോ സെക്കൻഡ് ആദ്യമായി സമുദായ സംവരണം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം 1919. ചെംസ്ഫോർഡ് പ്രഭുവാണ് പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം. 1919 പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത്. മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം, പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ അത് ഒത്തിരി ഉണ്ട്. കേന്ദ്രത്തിൽ ദ്വിഭരണം വന്നു, കേന്ദ്രത്തിൽ ഫെഡറൽ മാതൃക കൊണ്ടുവന്നു, പ്രവിശ്യകളിൽ നിമണ്ഡല സഭ കൊണ്ടുവന്നു, റിസർവ് ബാങ്ക്, PSC, ബർമ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തി, ഫെഡറൽ കോടതി, ഇതെല്ലാം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ വന്ന പരിഷ്കാരങ്ങളാണ്. ഓക്കെ. ഇനി കുറച്ച് ക്ഷാമ കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട്. കുറച്ച് കമ്മീഷനെ, ക്ഷാമ കമ്മീഷൻ, വിദ്യാഭ്യാസ കമ്മീഷൻ, സർവകലാശാല കമ്മീഷൻ, പോലീസ് കമ്മീഷൻ. ജസ്റ്റ് വായിച്ചു വിടുക, ചിലപ്പോൾ ഡിഗ്രി ലെവലിന് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ബോക്സ് ആക്കി എന്നത്. ഇന്ത്യയിൽ ആദ്യമായി വന്ന ഫാമിൻ കമ്മീഷൻ റിച്ചാർഡ് സ്റ്റാർച്ചിയാണ് കേട്ടോ. ലിട്ടൺ പ്രഭുവിന്റെ കാലത്ത് 78. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ വില്യം ഹണ്ടർ 82, റിപ്പൺ പ്രഭു. സർവകലാശാല കമ്മീഷൻ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ, തോമസ് റെയ്ലി. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ തോമസ് റെയ്ലി കമ്മീഷൻ 902 കട്സൺ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് കമ്മീഷന്റെ പേര് ആൻഡ്രൂ ഫേസർ കമ്മീഷൻ 1904 കട്സൺ പ്രഭുവിന്റെ കാലത്താണ് ആദ്യത്തെ പോലീസ് കമ്മീഷൻ വരുന്നത്. സിവിൽ സർവീസ് പരീക്ഷ ഒക്കെ ഇന്ത്യയിൽ ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷ കൊണ്ടുവന്നത് കോൺവാലീസ് ആണെങ്കിലും ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട് ഒരു സിവിൽ സർവീസ് പരീക്ഷ ലിട്ടൺ പ്രഭുവാണ്. ഇദ്ദേഹമാണ് വയസ്സ് കുറയ്ക്കുന്നത്. 21 നിന്നും 19 വയസ്സാക്കി സിവിൽ സർവീസിന്റെ പ്രായം കുറയ്ക്കുന്നത് ലിട്ടണും പിന്നീട് വീണ്ടും തിരിച്ച് 21 ആക്കുന്നത് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. ബംഗാളിലെ ആദ്യ ഗവർണർ എന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവും, ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിംഗുമാണ്, മറന്നുപോരുത്. ഇനി ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗും അവസാനത്തെ ഗവർണർ ജനറൽ വില്യം ബെന്റി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെന്റി പ്രഭു, അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. അങ്ങനെ ഒരു ചോദ്യ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് ചോദിക്കും, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി കാനിങ്ങും അവസാനം മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ, സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഓക്കെ, വിശേഷണങ്ങൾ നോക്കേ. നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുമല്ലോ, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കുന്നു. ശക്തിയേറിയതും ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് നെഹ്റു വിളിച്ചതും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭരണഘടനയിൽ കടമെടുത്തതും ഇതിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നും ശക്തിയേറിയതും ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്ന് നെഹ്റു വിളിച്ചത് ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി 42 ക്രിപ്സ് മിഷനെ വിളിച്ച പേരെന്താണോ? ഗാന്ധിജി വിളിച്ചത് തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന ക്രിപ്സ് മിഷനെ വിളിച്ചത് 1942 നമ്മുടെ ഗാന്ധിജിയാണ്. പിന്നെ 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഇതിനെ വിളിക്കുന്ന പേര് മെക്കാളെ മിനിറ്റ്സ് എന്നും ഡൗൺ ഫിൽട്രേഷൻ തിയറി എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതിനെ മെക്കാളെ മിനിറ്റ്സ് എന്നും ഡൗൺ ഫിൽട്രേഷൻ തിയറി എന്നും വിളിക്കുന്നുണ്ട്. ഇനി നിയമങ്ങൾ, പ്രത്യേകതകൾ നോക്കാം. എന്താണ് റെഗുലേറ്റിംഗ് ആക്ട്? 1773 വന്നു. എന്താ? ഈസ്റ്റ് ഇന്ത്യ, അത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന നിയമം.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്നത് 1600-ലല്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതിന്റെ. ഇവരാണ് പിന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. 1773 ഇവർക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു, റെഗുലേറ്റിംഗ് ആക്ട്. എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്? 1784 റെഗുലേറ്റിംഗ് ആക്ടിന്റെ അപാകതകൾ പരിഹരിക്കാൻ വന്ന നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇനി 1758 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണ്? ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിയുമ്പോൾ തൊട്ടടുത്ത വർഷം ഒരു ആക്ട് വന്നില്ലേ? അതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ആരേറ്റെടുക്കുന്നു? ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുന്നു. ഇതിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു വൈസ്രോയി ഉണ്ടാവുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി എന്താണ് 1883 ഇൽബർട്ട് ബിൽ എന്ന് പറഞ്ഞാൽ? ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്കും അനുവദിക്കുന്ന നിയമമാണ്. ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കുന്ന നിയമം ഏതാണ്? ഇൽബർട്ട് ബിൽ. എന്താ റൗലറ്റ് ആക്ട്? 19 ആരെയും വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. ഇനി കൊച്ചു കൊച്ചു വെറൈറ്റി ചോദ്യങ്ങൾ നോക്കെ. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കട്സൺ പ്രഭു. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വൈസ്രോയി കട്സൺ പ്രഭു. 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി, നമ്മുടെ മൈസൂർ സുൽത്താനായ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ ഉടമ്പടിയല്ലേ ശ്രീരംഗപട്ടണ ഉടമ്പടി? മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത ഉടമ്പടി ഏതാ? ശ്രീരംഗപട്ടണ ഉടമ്പടി. അത് 1792. ആ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. നല്ലൊരു ക്വസ്റ്റ്യൻ. കോൺവാലിസ് പ്രഭു. 1799 ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത്. ടിപ്പു കൊല്ലപ്പെട്ട ഏത് വർഷമാണ്? 1799. അപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി വെല്ലസ്ലി പ്രഭു. കടൽ കൊള്ളക്കാരുണ്ട്. ഇന്ത്യ ആക്രമിക്കാൻ ആദ്യമായി വന്ന ഒരു കടൽ കൊള്ളക്കാരാണ് തഗ്ഗുകൾ. ഈ തഗ്ഗുകളെ അടിച്ചമർത്തിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു. 1787 പിറ്റ്സ് ഇന്ത്യ ആക്ട് ഒക്കെ വാറൻ ഹേസ്റ്റിംഗ്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റീഡിംഗ് പ്രഭു. റീഡിംഗ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി റംസെ മക്ഡൊണാൾഡ്. ഇന്ത്യയിൽ മേയോ പ്രഭുവിന്റെ പേരിൽ ഒരു കോളേജ് ഉണ്ട്, അജ്മീർ. ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി, ഹൈക്കോടതി, മെഡിക്കൽ കോളേജ്, സർവകലാശാല ഇതെല്ലാം വന്നത് കൊൽക്കത്ത. ഇതെല്ലാം ഞാൻ പറഞ്ഞതാ. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ആദ്യം പിടിച്ചടക്കിയത് സറ്റാറ, അവസാനം പിടിച്ചടക്കിയത് ഔദ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഹൈദരാബാദ്. സബ്സിഡിയറി അലയൻസിൽ ആദ്യമായി പിടിച്ചടക്കിയ നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാം ലൈൻ പോയത് കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബറെ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ പോയത് 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താന വരെ. ബോംബെ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ആക്കിയത്, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ആക്കിയ വില്യം ബെന്റിക് പ്രഭു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപമായ വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപം ഏതാണ്? വെല്ലൂർ കലാപം 1806. ആ സമയത്ത് ജോർജ് ബോർലോ. 1809 രാജാ രഞ്ജിത് സിംഗുമായി അമൃത്സർ ഉടമ്പടി ഒപ്പുവെച്ചത് മിന്റോ സെക്കൻഡ്. വായിച്ചു വിട്ടാൽ മതി. ബംഗാളിൽ നീലം വിപ്ലവം നടക്കുമ്പോൾ ക്യാനിങ് പ്രഭു. ഇൻഡിഗോ കലാപം, നീലം കലാപം ഒക്കെ ക്യാനിങ് പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പിന്റെ പേര് കണ്ടോ? സിന്ധ് ടാക്ക. സിന്ധ് ടാക്ക പുറത്തിറക്കിയത് 1852. ആ സമയത്ത് ബംഗാളിലെ ഗവർണർ വാൾട്ടർ ഫെരേരയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പിന്റെ പേരെന്താണ്? സിന്ധ് ടാക്കയാണ് കേട്ടോ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരന്റെ പേര് SP സിൻഹ എന്നാണ്. SP സിൻഹയാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ. മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ വേറെ പേരുകൾ ഏതൊക്കെ? ബാൾക്കൻ പദ്ധതി, ഡിക്കി വേൾഡ് പദ്ധതി, ജൂൺ തേർഡ് പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത് മൗണ്ട് ബാറ്റൻ ആണ്. വിശുദ്ധ കുറുക്കൻ എന്ന് വിളിക്കുന്നത് എർവിൻ പ്രഭു ആണ്. കുറെയൊക്കെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിന്റെ ആമുഖം എഴുതിയ ഗവർണർ ജനറൽ നമ്മുടെ വാറൻ ഹേസ്റ്റിംഗ് ആണെന്ന്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്യാമശാസ്ത്രികളല്ലേ? അത് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇന്ത്യയുടെ ഫാൻറ്റം എന്ന് വിളിക്കുന്ന ബ്രിട്ടീഷുകാരൻ വില്യം സ്ലീമാൻ. മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ രാഷ്ട്രീയ ഉപദേശാവ് മലയാളിയാണ്, VP മേനോനായിരുന്നു കേട്ടോ. ഇന്ത്യൻ ദേശീയതയുടെ ഉൾപ്രേരകൻ എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ കട്സൺ പ്രഭുവിനെയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തി നിങ്ങളെ വേറെ പരീക്ഷകൾക്കും ഒക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടുക. ഇംഗ്ലീഷ് സാർമാർ, ഹിസ്റ്ററി സാർമാർ അതിൻ്റെതായ രീതിക്ക് പറഞ്ഞുതരും. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ആ പരിഷ്കാരങ്ങൾ നല്ലോണം അങ്ങ് നോക്കുക കേട്ടോ. പിന്നെ സ്വാതന്ത്ര്യ സമര സമയത്ത്
സമയത്ത് ഏതൊക്കെ വൈസ്രോയിമാരാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ നോക്കുക. വർഷങ്ങൾ ചിലതൊക്കെ എടുത്തെടുത്ത് പഠിപ്പിക്കത്തില്ലേ, അതുകൂടെ നോക്കണേ. കുഴപ്പമില്ലായിരുന്നല്ലോ, ഒത്തിരി ഉണ്ടായതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പോയത്. എന്നാലും ഒരു പോർഷനിലൊക്കെ തന്നാൽ നിങ്ങൾക്ക് അതൊരു ആശ്വാസമാവില്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പരിഷ്കാരങ്ങളാവാനാ സാധ്യത. എന്നാലും എല്ലാം പറ്റുന്ന സമയത്ത് ഇടവിട്ട് ഫ്രീ ആയിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, നല്ലൊരു പോർഷൻ തീർന്നതിലുള്ള ഇതുണ്ട്. സ്പീഡിൽ പോയതിലൊന്നും കുറ്റം പറയരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. റിവിഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത നല്ലൊരു പോർഷനുമായിട്ട് ഹോട്ട് ടോപ്പിക്സ് ആയിട്ടായിരിക്കും അടുത്ത ആഴ്ച വരുന്നത്. 5 ഹോട്ട് ടോപ്പിക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഹോട്ട് ടോപ്പിക്സ് കാണാം. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ നല്ല രീതിയിൽ പോയിരുന്ന് പഠിക്കുക. എല്ലാവിധ ആശംസകളും. കട്ടയ്ക്ക് പഠിച്ച് മുന്നേറുക. എപ്പോഴും കൂടെ ഉണ്ടാവും. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം.